നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ കുമ്മിൾ എന്ന സ്ഥലത്ത് കുമ്മിൾ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രകുള പുനർനിർമ്മാണം നടന്നു വരികയായിരുന്നു. ഉദ്ദേശം 500 വർഷത്തോളം പഴക്കം പറയപ്പെടുന്ന ആ കുളത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ 2 ഘട്ടങ്ങളിലുള്ള വീഡിയോ കഴിഞ്ഞ സമയങ്ങളിൽ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. 3-ാം ഘട്ടം പണി പൂർത്തിയായി മുഴുവൻ പണികളും തീർന്ന് ഈ കഴിഞ്ഞ ശിവരാത്രിക്ക് മുന്നേയായി അവിടുത്തെ ആ കുളത്തിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെയും അവിടുത്തെ ഭാരവാഹികളുടെയും ഈ വർക്ക് മെയിൻ കോൺട്രാക്റ്റ് എടുത്ത വിഷ്ണു എന്ന കോൺട്രാക്ടറുടെയും ഒക്കെ ബൈറ്റ് കൂടി ഇതിൽ ചേർക്കാൻ ഉദ്ദേശിച്ചാണ് ഇത്രയും ഡിലേ വന്നത്. പക്ഷേ ഇപ്പോഴും അവരുടെ ബൈറ്റ് കിട്ടിയിട്ടില്ല. അത് മറ്റൊരു അവസരത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ സുജലം പദ്ധതി എന്ന പദ്ധതി പ്രകാരമാണ് കൊല്ലം ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഈ ജോലികൾ നടന്നു വന്നത്, പുനരുദ്ധാരണം. അപ്പോൾ അതിൻ്റെ ഓവർസിയർ, കൊട്ടാരക്കര സെക്ഷനിലെ ഓവർസിയറിൻ്റെ ബൈറ്റ് ഇതോടൊപ്പം ചേർക്കുന്നു. 2 ഘട്ടത്തിന് ശേഷം 3-ാം ഘട്ട പണി പൂർത്തിയായതുവരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡായി ഈ കുളത്തിൻ്റെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അതിൻ്റെ ലിങ്ക്, ആ 2 വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി കാണുക. ഏകദേശം 210 ലോഡ് പാറയോളമാണ് ഈ കുള നിർമ്മാണത്തിനായി വേണ്ടി വന്നിട്ടുള്ളത്. കുളവും അതിൻ്റെ ചുറ്റുമുള്ള കൈവരി, അതിനുശേഷം ഒരു ആൽമരമുണ്ട്, അതിനും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ആ ആൽമരത്തിൻ്റെ ചുറ്റുമുള്ള കരിങ്കല്ല് പാറകെട്ട്, അങ്ങനെയുള്ള മൊത്തത്തിലുള്ള പാറകെട്ടിനും കൂടി ഏകദേശം 210 ലോഡ് പാറയാണ് ആയിട്ടുള്ളത്. ഈ വർക്ക് കണ്ടുകൊണ്ട് തന്നെ കൊല്ലം മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ കുണ്ടറ നാന്തിരിക്കൽ എന്ന സ്ഥലത്ത് മറ്റൊരു കുളം നിർമ്മാണത്തിന് വേണ്ടി എന്നെ വിളിച്ചു. അതിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുകയാണ്. അധികം വൈകാതെ അതിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള കരിങ്കല്ല് കെട്ട് വർക്കുകൾ ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ, കുളത്തിൻ്റെ മാത്രമല്ല, മറ്റു റീടേണിംഗ് വാള്, അതുപോലെ തന്നെ വസ്തുവിൻ്റെ അതിരിതിരിക്കുക, അങ്ങനെയുള്ള കരിങ്കല്ല് സംബന്ധമായിട്ടുള്ള എന്ത് വർക്കുകളുണ്ടെങ്കിലും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്, എന്നെ കോൺടാക്റ്റ് കൂടി ചെയ്യുക. എൻ്റെ പേര് ബൈജു എന്നാണ്. കൊല്ലം ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസിന് കീഴിലുള്ള കൊട്ടാരക്കര മണ്ണ് സംരക്ഷണ ഓഫീസിൽ ഓവർസിയറായി ജോലി ചെയ്യുന്നു. നമ്മളെ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ സുജലം പദ്ധതി പ്രകാരം കുമ്മിൾ ശിവപാർവതി ക്ഷേത്രക്കുള നവീകരണത്തിൻ്റെ ഭാഗമായി 53 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ ചുമതല സോയിൽ കൺസർവേഷൻ, അതായത് മണ്ണ് സംരക്ഷണ വകുപ്പിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് വളരെ ഭംഗിയായി ഇവിടെ നടന്നു വരുന്നു. പൂർത്തീകരണ ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെയും ക്ഷേത്ര ഭരണസമിതിയുടെയും മറ്റ് പഞ്ചായത്തിൻ്റെയൊക്കെ അകമഴിഞ്ഞ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ എല്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെയും ഒരു കൂട്ടായ്മ ഇതിനകത്ത് പ്രകടമാണ്. അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാനും നല്ല രീതിയിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്താനും ഭാവിയിൽ അത് ഈ നാട്ടിലുള്ളവർക്ക് ഉപകാരപ്രദമാകാനും വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു കടമ്പയായിരുന്നു ഈ ഒരു ക്ഷേത്രക്കുളം, ഒരു വെല്ലുവിളിയായിരുന്നു. വാഹനം പോകാൻ സൗകര്യമില്ല, മറ്റൊരാളുടെ വസ്തു വാടക എടുക്കും പോലെ, അതായത് അവർ ഫ്രീ ആയിട്ട് തന്നു. അത് തന്നെ വലിയൊരു മനസ്സാണ്. അങ്ങനെ എടുത്തുകൊണ്ടാണ് ഏറ്റവും താഴെ നിന്ന് കെട്ടിപ്പോക്കിയത്. തിരുവനന്തപുരം കൊല്ലം ജില്ലയിലില്ലാത്തൊരു വെറൈറ്റി മോഡലാണ് ഇത് കയറി വന്നിരിക്കുന്നത്. വടക്കൻ മലബാറിലുള്ള പോലത്തെ ഒരു കുളമാണ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പണിയെക്കുറിച്ചും ഈ വർക്ക് എടുത്ത കോൺട്രാക്ടറിനെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് അഭിപ്രായം? വളരെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് ഇതിൻ്റെ വർക്കെടുത്ത വിഷ്ണു. വളരെ ആത്മാർത്ഥമായിട്ട്, പ്രത്യേകിച്ചൊരു ലാഭേച്ഛയും ഇല്ലാതെ ക്ഷേത്രക്കുള നവീകരണം വളരെ ഭംഗിയായി നിർവഹിക്കുകയാണ്. ഒരു ലാഭേച്ഛയും ഇല്ലാതെ തന്നെയാണ് അതിൻ്റെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രധാനമായും ഒരു അമ്പലക്കുളം, അതുമായിട്ടുള്ള വിശ്വാസങ്ങളും
മറ്റും ഒക്കെ ഉൾക്കൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് അഭിനന്ദനീയമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പണികൾ ചെയ്യുന്നതിന് ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ആയിട്ടുള്ള നല്ലവരായ എല്ലാ ആൾക്കാരുടെയും സഹകരണം കൊണ്ട് വളരെ ഭംഗിയായി നടക്കുന്നു. അവരുടെ എല്ലാം അകമഴിഞ്ഞ സഹായവും സഹകരണവും എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വിഷ്ണുവിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സുമേഷ് വളരെ നല്ല രീതിയിലാണ് ആ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ പാറയുടെ വർക്ക് പല രീതിയിലും പല സ്ഥലങ്ങളിലും പല രീതിയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ കുറ്റമറ്റ രീതിയിൽ, അതായത് അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, വളരെ കുറ്റമറ്റ രീതിയിൽ പാറയുടെ വർക്കിൽ ഇതുവരെ കാണാത്ത ഒരു ഫിനിഷിങ്ങിലാണ് അത് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല വർക്കാണ് നടത്തിയിരിക്കുന്നത്. അത് ആ പ്രവർത്തനങ്ങളും വളരെ അഭിനന്ദനീയമാണ്.